എലിയസ് ജോൺ, ഇവിടെ ഒരു തർക്കത്തിൻ്റെ സാഹചര്യമില്ല എന്നെനിക്കറിയാം. കാരണം നാളെ നമ്മളുടെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. മുന്നോട്ടുള്ള റോഡ് മാപ്പ് എങ്ങനെയെന്നതാവണം ചർച്ച. പക്ഷേ അപ്പോഴും സർക്കാർ ഇങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്. 91-96 കാലഘട്ടത്തിൽ എം വി രാഘവൻ അന്ന് കുമാർ ഗ്രൂപ്പുമായി ഒരു മെമ്മോറാണ്ടം ഒപ്പിടുന്നത് തുടങ്ങി. 2011-16 AK ആന്റണി മന്ത്രിസഭയിൽ അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന ഷൺമുഖദാസ് അതിനുശേഷം വരുന്ന തുറമുഖ വകുപ്പിലെ മന്ത്രിമാരടക്കം 2011 കെ ബാബു തുറമുഖ മന്ത്രിയായിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരടക്കം തുടർച്ചയായി UDF സർക്കാർ ഈ പ്രോജക്റ്റിന് പിന്നാലെ ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാരും ഈ പദ്ധതിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആശയം കൊണ്ടുവന്നവരെന്ന നിലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ട പദ്ധതി എന്ന നിലയിൽ ക്രെഡിറ്റ് UDFന് പോകുമെന്ന ഭയം കൊണ്ട് തങ്ങളെ വിളിക്കാഞ്ഞതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. യഥാർത്ഥത്തിൽ കുഞ്ഞാരെന്ന തർക്കത്തിന് പ്രസക്തിയുണ്ടോ എലിയസ് ജോൺ? അങ്ങനെയാണെങ്കിൽ സർക്കാർ ചെയ്തത് ന്യായമോ? ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഞാൻ ഈ പറയുന്ന ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരാളാണ്. പ്രോജക്റ്റ് നടക്കണം, പ്രോജക്റ്റ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ എക്കാലത്തെയും നിലപാട്. അതിനകത്ത് ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എന്നെക്കാൾ നന്നായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം. അതുകൊണ്ട് കുഞ്ഞ് ആരുടേതാണ് എന്നുള്ള ചോദ്യം, അതിൻ്റെ ഉത്തരവൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. എനിക്ക് അത്തരം ചോദ്യത്തിൽ മറുപടി പറയാൻ താല്പര്യവുമില്ല. എലിയസ് ജോൺ, ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇത് ഞങ്ങളുടെ ഒരു വലിയ വികസന നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അപ്പോഴും ഇതേ സർക്കാർ തന്നെ UDFൻ്റെ കാലത്ത് വരുന്ന പ്രോജക്റ്റിനെ കടൽക്കൊള്ളയെന്ന് വിളിച്ച് പാർട്ടി പത്രത്തിൽ വലിയ തലക്കെട്ടോടുകൂടി ലേഖനങ്ങൾ എഴുതി. അതാണെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇതിന് വലിയൊരു രാഷ്ട്രീയമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഒരു പ്രത്യയശാസ്ത്ര ബ്ലോക്കിൽപ്പെട്ടിരിക്കുകയായിരുന്നു ഈ പ്രോജക്റ്റ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. എലിയസ് ജോൺ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പദ്ധതി നടപ്പിലാവുന്നു, സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ നേരത്തെയുള്ള വിമർശനങ്ങളെ പൂർണ്ണമായും വിഴുങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അതേ രാജ്യത്തെ ഇനി വരുന്ന പ്രോജക്റ്റുകളിലും സംഭവിക്കില്ലേ? അതിനെ എങ്ങനെയാണ് എലിയസ് ജോൺ കാണുന്നത്? ചർച്ചയില്ല. ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം പറയട്ടെ. ഇത് 6ാമത്തെ 7ാമത്തെ ചർച്ചയാണ് ഞാൻ ഇന്ന് പങ്കെടുക്കുന്നത്. രാവിലെ മുതൽ സംസാരിക്കുകയാണ്. ഞാൻ അവശനാണ്, തൊണ്ട പ്രോബ്ലമായിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ചെറിയ ചെറിയ ഉത്തരം നൽകാം. ഈ പറയുന്ന ചരിത്രമുണ്ട്, 30 വർഷത്തെ ചരിത്രം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഓരോ കാലങ്ങളിൽ ഓരോ സർക്കാരുകൾ സ്വീകരിച്ച നടപടികൾ നമുക്കറിയാം. അവസാന നിമിഷം പദ്ധതി പൂർത്തിയാക്കാൻ പിണറായി സർക്കാരിനാണ് യോഗം വന്നത്. ആ സമയത്ത് എല്ലാവരും കൂടി സഹകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാതെ അവസാന നിമിഷത്തിലും രാഷ്ട്രീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, എനിക്ക് യോജിപ്പില്ല. അത് സംസാരിക്കേണ്ട ആളുകൾ വേറെ ഇരിപ്പുണ്ട്, അവരത് സംസാരിക്കും. ഞാൻ എപ്പോഴും ഇതിന്റെ ഒരു പ്രോ ഡെവലപ്മെന്റ് ആംഗിളിലാണ് കണ്ടിട്ടുള്ളത്. ഇത് ഈ നാടിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ഡിസ്കഷൻ ആണെങ്കിലാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഇത്തരം ആരുടെ കുഞ്ഞ്, ആരുടെ അമ്മ, ആരുടെ അച്ഛൻ എന്നുള്ളതിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അത്തരം വിഷയങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയാനും താല്പര്യം.